ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണത്തിൽ നിന്നും 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളെ അധികരിച്ചുള്ളതായ ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ കർത്താവ് വിചാരപ്പെടാതിരിക്കാനുള്ള വിലയേറിയ പ്രബോധനമാണല്ലോ നമുക്ക് നൽകുവാൻ ഇടയായിട്ട് തീരുന്നത്. ഏതൊക്കെ വിഷയങ്ങളിൽ വിചാരപ്പെടാതിരിക്കണം എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചാണ് ഞാൻ ചുരുക്കം ചില വാക്കുകൾ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 26-ാമത്തെ വാക്യത്തിൽ പ്രകൃതിയിൽ നിന്നുള്ളതായൊരു പാഠം നമ്മുടെ കർത്താവ് ഈ ബന്ധത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ആറാം അധ്യായത്തിന് 26-ാമത്തെ വാക്യം. അപ്പോൾ ഇവിടെ കർത്താവ് വിചാരപ്പെടരുത് എന്നുള്ള കൽപ്പന വിശദീകരിക്കുമ്പോൾ എല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു പാഠം പ്രകൃതിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഇനി വേറൊരു കാര്യം കൂടി കർത്താവ് പ്രകൃതിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതായ വിഷയത്തിൽ വിചാരപ്പെടരുത് എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ ആ സത്യം വളരെ ലളിതമായി മനസ്സിലാക്കത്തക്കവണ്ണം ആകാശത്തിലെ പറവകളെ നോക്കാൻ പറഞ്ഞ് ഒരു പാഠം കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പാഠം ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കാനായിട്ട് ആവശ്യമില്ല. നമ്മുടെ കർത്താവ് ഓരോ കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളതായ ഏറ്റവും സുപരിതമായ പാഠങ്ങളിലൂടെ അത് വ്യക്തമാക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ആകാശത്തിലെ പറവകളെ സ്വർഗത്തിലെ ദൈവം കരുതുന്നു, അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്നു എന്നുള്ളതായ സത്യം നമുക്ക് വേദപുസ്തകത്തിൽ എത്രയോ വാക്യങ്ങളിൽ അത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഒത്തിരി വാക്യങ്ങളുടെ ആവശ്യമില്ല, കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ ഈ സത്യം ഉൾക്കൊള്ളുന്നതിന് ധാരാളം മതിയാകുന്നതാണ്. എന്നാൽ ഒരു വേദഭാഗം ഒന്ന് വായിച്ച് മാത്രം പോകാം എന്ന് കരുതുകയാണ്. 104-ാം സങ്കീർത്തനത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഈ പാഠം തന്നെ വേറൊരു സത്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു പോകാം. 104-ാം സങ്കീർത്തനത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ നീതിയാതാകുന്നു. തക്ക സമയത്ത് തീ കട്ടെടുത്ത് ഇവയൊക്കെയും എന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ വെറുക്കുന്നു.
തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. അപ്പോൾ ഇവിടെ എന്തൊരു വ്യക്തമായിട്ടാണ് ഈ സത്യം സമുദ്രത്തിലുള്ള ജന്തുക്കളോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആകാശത്തിലെ പറവകളെ നമുക്ക് നല്ല പരിചയമുണ്ട്, എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിവ്യാധാനിയൊന്നും നമ്മൾ ആരും തന്നെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവയെല്ലാം കർത്താവാണ്, സ്വർഗത്തിലെ ദൈവമാണ് പുലർത്തുന്നത് എന്നുള്ളതായ കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഇവയ്ക്കൊക്കെ തക്ക സമയത്ത് തീൻ സ്വർഗത്തിലെ ദൈവം കൊടുക്കുകയാണ്. മാത്രമല്ല ഇവയ്ക്ക് വിശേഷ ബുദ്ധിയുള്ള ജന്തുക്കളല്ല എന്നിരിക്കലും അവ ദൈവത്തെ നോക്കി കാത്തിരിക്കുന്നു എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം കേൾവിയാലാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയിലേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം വേറിട്ട നിലയിൽ ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ ജീവജന്തുക്കളെയും എല്ലാം അതിശയകരമായി പരിപാലിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ വാക്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നമുക്ക് നല്ല പരിചയമുള്ളൊരു പാട്ടിൻ്റെ ലൈൻ ഓർമ്മയിൽ വന്നു. ഇപ്പോൾ പാട്ട് പാടണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല കൊയ്ത്തുമില്ല, ദൈവം അവയ്ക്കായി വേണ്ടതേകുന്നു എന്ന് നമുക്ക് എത്രയോ പരിചയത്തിൽ നമ്മൾ പാടാറുള്ളതായ പാട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത് ഒരുപക്ഷെ വാക്യങ്ങളെക്കാൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തങ്ങി നിൽക്കാനും ഇടയ്ക്കൊന്ന് പാടി ആശ്വസിക്കുവാനും പാട്ടുകൾ സഹായകരമായിട്ട് തീരും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് വിചാരപ്പെടേണ്ട എന്നുള്ളതിന് പ്രകൃതിയിൽ നിന്ന് തന്നെ ചില ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്തിലെ പറവകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ പാഠം ഒന്ന് ഓർക്കാനായിട്ട് സാധിക്കും. ഇവയ്ക്കൊക്കെ തക്ക സമയത്ത് നമ്മുടെ സ്വർഗീയ പിതാവാണ് ആഹാരം കൊടുത്ത് പുലർത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതൊരു കാര്യം, അതിന് ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവർ അല്ലയോ? അപ്പോൾ ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ ജന്തുജാലങ്ങളെയും എല്ലാം സ്വർഗത്തിലെ ദൈവം കരുതുകയും പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ് കാരണം? ഇവയെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകൊണ്ട് ദൈവം അവയെ അതിശയകരമായി പുലർത്തുന്നു എന്നുള്ളതായ വലിയ സത്യം നാം ഇവിടെ കാണുകയാണ്. നമ്മുടെ കർത്താവ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായൊരു സത്യമുണ്ട്. നമ്മുടെ കർത്താവാണ് സകലത്തിൻ്റെയും സൃഷ്ടിതാവ്. അപ്പോൾ സൃഷ്ടിതാവ് തന്നെ തൻ്റെ സൃഷ്ടിയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ സൃഷ്ടികളെക്കാളേറെ വിശേഷപ്പെട്ട തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒടുവിലത്തെ വാചകത്തിൽ നിന്ന് ദൈവമക്കളായ നാം ഇവയേക്കാളൊക്കെ എത്രയോ വിശേഷപ്പെട്ടവരാണ് എന്നുള്ളതിന് എത്രയോ ന്യായങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ വളരെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും ഒരു 3 ന്യായങ്ങൾ ഞാൻ വിശദീകരണം കൂടാതെ ഒന്നങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ശിഷ്യന്മാരാണല്ലോ ഈ പ്രസംഗം അടുത്തിരുന്ന്
കേൾക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാളൊക്കെ അതും നമ്മൾ ഓർക്കും. സ്വർഗത്തിലെ ആരാധനയിലും നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളതായ സത്യം നമ്മൾ എത്രയോ വട്ടം ഓർക്കാനും ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിട്ട് തീരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ആരാധനയിൽ തന്നെ അത് എത്ര പ്രധാനപ്പെട്ടൊരു വിഷയമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഓർക്കാം. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അതിനേക്കാളൊക്കെ സജീവമായിട്ട് ഓർക്കുവാൻ ചില വിഷയങ്ങളുണ്ട്. ഒരു സൂചന മാത്രം ഞാനൊന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയെന്ന് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇവിടെ കുറിക്കേണ്ടതായ വാക്യം റെഫറൻസ് മാത്രം ഞാനൊന്നങ്ങ് പറഞ്ഞു പോവുകയാണ്. യോഹന്നാൻ 1:12 വാക്യം അറിയാൻ പാടില്ലാത്തവരാരുമില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നാം എത്ര ഉന്നതമായ പദവിയിലേക്ക് വന്നവരാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഒരു റെഫറൻസ് കൂടി എഴുതിയിട്ടോളൂ. 1 യോഹന്നാൻ 3-ാം വാക്യവും നമുക്ക് മനപ്പാഠം അറിയാം. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ഒരു പിതാവ് തൻ്റെ മക്കളെ എങ്ങനെയാണ് കരുതുന്നത് എന്നുള്ളത് ആരെയും ബൈബിൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബാല്യം മുതലേ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ധാരാളം അനുഭവിക്കുന്നവരാണ്. പിന്നെ നമ്മൾ മാതാപിതാക്കളായിട്ട് തീരുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളോടുള്ളതായ സ്നേഹവും വാത്സല്യവും കരുതലും എത്രയോ അധികമാണെന്നുള്ളത് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതായ കാര്യമാണ്. അപ്പോൾ ദൈവ മക്കൾ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന സ്വർഗീയ പിതാവിൽ നിന്നുള്ള കരുതലുകൾ എത്രയോ അധികമാണ്. അപ്പോൾ ആകാശത്തിലെ പറവകളെ ദൈവം പുലർത്തുന്നു എന്ന് വരികിൽ, പ്രിയപ്പെട്ടവരെയും ദൈവമക്കളായ നമ്മെ എത്രയോ അധികം നമ്മുടെ സ്വർഗീയ പിതാവ് കരുതുവാൻ പുലർത്തുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും ധാരാളം മതിയാകും. എങ്കിലും ഞാൻ 2 കാര്യങ്ങൾ കൂടി ഒന്ന് പരാമർശിച്ചോട്ടെ. ഞാനത് ധ്യാനിച്ചതാണെന്നുള്ളത് കൊണ്ട് നിങ്ങളോടും കൂടെ പറയാൻ വേണ്ടി ദൈവം പ്രകാശിപ്പിച്ച് തന്നതായിരിക്കാം എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. ശിഷ്യന്മാർ നാം ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകളാണ്. അതിൻ്റെ റെഫറൻസ് നിങ്ങളോട് ചോദിച്ചാൽ പറയും. കാരണം അത്ര പരിചയമുള്ള വാക്യമാണത്. എഫേസ്യ ലേഖനം 1-ാം 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കുള്ള 3 പദവികൾ ഓരോ വാക്യത്തിലും വ്യക്തമാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം സ്നേഹത്തിൽ മുൻ നിയമിക്കപ്പെട്ടവരാണ്. നാം ദത്തെടുക്കപ്പെട്ട മക്കളാണ്. ഇതൊക്കെ ആ വാക്യത്തിലുള്ളതാണ്. ഏറെ സുപരിതമായ വാക്യങ്ങളായതുകൊണ്ട് ഞാനങ്ങ് ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം ദൈവത്തിന് എത്രയോ വിശേഷപ്പെട്ടവരായിട്ട് ഇരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. 3ാമത് ഒരു കാര്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. റെഫറൻസ് ആദ്യം ഒന്ന് കുറിച്ചിട്ടോ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 6-ാം 19 വാക്യവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം 28 വാക്യവും നോട്ട് ചെയ്താൽ മതി. ഇപ്പം അവിടെ എന്താ ഞാൻ പറയാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മെ കർത്താവ് തൻ്റെ സ്വന്തമാക്കിയപ്പോൾ കർത്താവിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ വില കൊടുത്താണ് നമ്മെ സ്വന്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നത്. 1 കൊരിന്ത്യർ 6-19 എന്താ പറയുന്നത്? നാം എങ്ങനെയുള്ള ആളുകളാണ്? നാം
വിലയ്ക്ക് വാങ്ങപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവിടെ പറയുക, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരാളുകളാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആർക്കുള്ളവരല്ല, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല. അപ്പോൾ നമ്മെ നമ്മുടെ കർത്താവ് തൻ്റെ വിലയേറിയ രക്തം വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നാം അവിടെ കാണുകയാണ്. അപ്പം ഞാൻ ആ വാക്കോട് ചേർത്ത് പറയുന്നത്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായിരിക്കുന്ന നാം നമ്മുടെ കർത്താവിന് എത്രയോ വിലപ്പെട്ടവരായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം രക്തം വില കൊടുത്ത് വാങ്ങിയ നമ്മെ കർത്താവ് കൈവിടും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാനായിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ അനുഗ്രഹീതമായ സത്യം, നാം എത്രയോ വിശേഷപ്പെട്ട ആളുകളാണ്. നാം ഈ ലോകത്തിലുള്ള മറ്റ് മനുഷ്യരിൽ നിന്ന് വളരെ വ്യത്യസ്തരായി, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി, നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഈ വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ് എന്നുള്ളതായ കാര്യം പറയുമ്പോൾ, നമ്മുടെ വിശേഷതകളെ തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ കർത്താവിൽ കൂടുതൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ധൈര്യപ്പെടുവാനും സാധിക്കട്ടെ. ചില ഇല്ലായ്മകളുടെയൊക്കെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ കർത്താവ് നമ്മെ എങ്ങനെ കരുതും പുലർത്തും എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമുക്ക് കൂടുതൽ ധൈര്യം പ്രാപിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിചാരപ്പെടാവുന്നതായ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ തിരുവെഴുത്തുകൾ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. ഒരു സത്യം കൂടി ഞാൻ ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ, എത്രയോ നാളുകളായി ഈ വാക്യങ്ങൾ വായിക്കാനും ചിന്തിക്കാനൊക്കെ ഇടയായിട്ട് തീരുന്നു. അത് ഇപ്രാവശ്യം വായിക്കുമ്പോൾ ഞാൻ വേറിട്ട് ചിന്തിച്ചൊരു കാര്യം ഒന്ന് ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവ് ആകാശത്തിലെ പറവകളെ പുലർത്തുമ്പോൾ അവയുടേതായി അന്വേഷണവും ബദ്ധപ്പാടും അതിൻ്റെ പിമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. വിതയ്ക്കുകയും കൊയ്യൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സ്വർഗീയ പിതാവ് ഇവയെ പുലർത്തുമ്പോൾ ഈ പറവകൾക്കും അതിൻ്റേതായ ഒരു ബദ്ധപ്പാട് നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണാറുള്ള ഒന്നാണ്. ഒരു ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ഈ ആകാശത്തിലെ പറവകൾക്കോ കാക്കയ്ക്കോ ഒക്കെ കിട്ടാൻ ഇടയായിട്ട് തീർന്നാൽ അതിൻ്റെ കൂട്ട് സുഹൃത്തുക്കളെയും എല്ലാം അതാവോളം അറിയിച്ച് എത്ര പെട്ടെന്നാണ് അവ ഒരുമിച്ച് വന്ന് അത് ആ ആഹാരം കഴിക്കുവാനോ പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുവാനോ ഒക്കെ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അത് ഒരു കാതലായ സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ആകാശത്തിലെ പറവകളെ പുലർത്തുമ്പോൾ അതെല്ലാം ഇങ്ങനെ വാവൊളിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വായിൽ കൊണ്ടുപോയി ദൈവം ആഹാരം കൊടുക്കുന്നു എന്നുള്ളതല്ല നമ്മൾ കാണുന്നത്. ഇവിടെ ഞാനൊരു വലിയ സത്യം, നമുക്ക് അറിയാവുന്നൊരു സത്യമാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർപ്പിച്ചുണർത്തേണ്ടുന്നൊരു സത്യം ഇവിടെ എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. അധ്വാനിച്ച് ഉപജീവിക്കുക എന്നുള്ളത് വചനത്തിലെ അടിസ്ഥാന പ്രമാണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ആകാശത്തിലെ പറകൾ വിതയ്ക്കുകയും കൊയ്യുകയും കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ചെയ്യുന്നില്ലെങ്കിലും തങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയുള്ളതായ ഒരു ഓട്ടവും അതിനുള്ളൊരു അധ്വാനവും ഒക്കെ അതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് നമ്മെ വലിയ പാഠം
പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഒരു 3 റെഫറൻസ് എഴുതിയിട്ടോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിൽ അകപ്പെടുന്നതിനു മുൻപ് അവന് നൽകിയ വളരെ പ്രധാനപ്പെട്ടൊരു തൊഴിൽ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്തായിരുന്നു ദൈവം അവർക്ക് കൊടുത്ത തൊഴിൽ? തോട്ടം കാക്കേണ്ടതിനു വേണ്ടി, കാക്കാൻ മാത്രമല്ല അതിൽ വേല ചെയ്യുവാനും അവരെ ആക്കി എന്നുള്ളത് ഈ വാക്യത്തിൽ വളരെ മനോഹരമായി വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേലയ്ക്ക് കുറച്ച് കാഠിന്യവും ബദ്ധപ്പാടും വിയർപ്പും ഒക്കെ ആവശ്യമായിട്ട് വന്നു എന്നുള്ളതാണ് നമുക്കവിടെ വ്യത്യാസമായി കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അധ്വാനമൊക്കെ എന്ന് പറയുന്നത് പാപം ചെയ്തുകൊണ്ട് വന്നുകൂടിയതാണ് എന്നാരും വിചാരിക്കേണ്ടതായ ആവശ്യമില്ല. പിന്നെയും അധ്വാനിച്ചുപജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നതായ വളരെ മനോഹരമായിട്ടുള്ളതായൊരു പാഠമാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വളരെ ഉത്സാഹവും സൂക്ഷ്മതയും ഉള്ളവരായിരിക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 128-ന്റെ 2-ാമത്തെ വാക്യവും എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. അപ്പോൾ അധ്വാനിച്ചുപജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഈ ക്ലാസ്സിലൂടെ ഇരിക്കുന്ന ആരും തന്നെ മക്കൾ അധ്വാനിക്കണ്ട എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്നവരാരും ഈ ക്ലാസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. കാരണം തങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് പിള്ളേരങ്ങനെ ഒത്തിരി അധ്വാനിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യാതെ അവർക്കുള്ള വക ആവോളം ശേഖരിച്ച് വയ്ക്കാനായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ അത് തങ്ങളുടെ ഒരു ജീവിത ദൗത്യമായി കണ്ട് പല തലമുറകൾക്ക് കഴിക്കാവുന്നത് കൂട്ടി വയ്ക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായൊരു കാര്യമല്ല. വെറുതെ സമയം കളയരുത്. കാരണം നമ്മുടെ മക്കൾ അവരുടെ കാലത്ത് അവർ ചെയ്യേണ്ട അധ്വാനങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് സാമാന്യമായ ദൈവത്തിൻ്റെ പ്രമാണം. അതുകൊണ്ട് ആ പ്രമാണം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ സദസ്സിന് ഒത്തിരി ആവശ്യമില്ലെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പ്രയോജനം വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളത് കൊണ്ട് ഞാനത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അടിസ്ഥാനപരമായ സത്യം ഇവിടെ സൂക്ഷിക്കാം. ഒരു വാക്യം കൂടി എഴുതിയിട്ടുള്ളൂ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ആ വാക്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ്? വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും നാം അത് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എന്തോരം അധ്വാനിച്ചാലും ദൈവം അധ്വാനത്തെ ആദരിക്കുന്നില്ല എന്ന് വരികിൽ 126-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ചേർത്ത് അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, അധ്വാനിക്കുവാൻ ബലം നൽകുന്നതും അധ്വാനത്തിന് ഫലം നൽകുന്നതും ദൈവമാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെ നമുക്ക് ചെയ്യാനുള്ള അധ്വാനങ്ങളെ ചെയ്യാം. അതിൻ്റെ ഫലം തരികയും അതിൻ്റെ നന്മ തരികയും ചെയ്യുന്നത്, അധ്വാനിക്കാനുള്ള ബലം പോലും നൽകുന്നത് നമ്മുടെ ദൈവമാണ് എന്നുള്ളതായ ആ തിരിച്ചറിവോടും താഴ്മയോടും കൂടെ ജീവിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതായ പ്രകൃതിയിൽ നിന്നുള്ളതായ പാഠം
നമ്മൾ ഈ പ്രകൃതിയിലെ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പാഠം ഒരിക്കലും മറന്നു പോകാതെ അതെപ്പോഴും സജീവമായി സൂക്ഷിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഈ പോർഷൻ നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്യം ഉണ്ട്. ആ വാക്യത്തിൽ ഒരു വലിയ സത്യം നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ 6 മുതലുള്ള വാക്യങ്ങളിൽ ഏറ്റവും പരിചയമുള്ള വാക്യം, എല്ലാവർക്കും അറിയാവുന്ന വാക്യം 33-ാമത്തെ വാക്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിൽ നിങ്ങൾ വിചാരപ്പെടാനായിട്ട് ആവശ്യമില്ല എന്നുള്ളതായ കാര്യം നമ്മുടെ കർത്താവ് വിശദമായിട്ടും വെളിപ്പെടുത്തുമ്പോൾ തന്നെ ഈ കാര്യം സാധിക്കത്തക്കവണ്ണം ദൈവമക്കളായ നമുക്കുള്ള വേറിട്ടൊരു പ്രൊവിഷൻ നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ അറിയാത്ത ആളുകൾക്ക് ഈ പ്രമാണം ഒരിക്കലും വേണ്ട പോലെ ഉൾക്കൊണ്ട് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ദൈവമക്കളായ നമുക്ക് ഈ വലിയ പ്രമാണം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ ഇതിൻ്റെ പ്രായോഗികമായ പാഠം വിശ്വാസത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് 2 സത്യങ്ങൾ 33-ാം വാക്യത്തിൽ നിന്ന് എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. 33-ാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദത്തമുണ്ട്. എന്താണ് വാഗ്ദത്തം? ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പം ദൈവവചനത്തിൽ ഇങ്ങനെ ധാരാളം വാഗ്ദത്തങ്ങൾ ഉണ്ട്. നമുക്കറിയാം, ഈ വാഗ്ദത്തത്തോട് വളരെ ബന്ധമുള്ളൊരു വാക്യം ലൂക്കോസ് സുവിശേഷം 66-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. ഈ സീരീസിൽ തന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുമുണ്ട്. ആ വാക്യത്തിലുള്ള വാഗ്ദത്തം നമുക്കെല്ലാം അറിയാം. എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഈ 2 വാക്യങ്ങളിലും നമ്മുടെ കർത്താവ് ഈ വാഗ്ദത്തം സമാനമായി നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമ്മുടെ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുമ്പോൾ ചില വാഗ്ദത്തങ്ങളൊക്കെ പരിചയപ്പെടുന്നുണ്ടായിരിക്കാം. വാഗ്ദത്തം വായിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു വാക്യം എബ്രായ ലേഖനത്തിലുണ്ട്. ഏത് വാക്യമാണ്? 10-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ വിഷയം ഒന്ന് ചേർത്ത് പറയട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ ഇത് കർത്താവ് തരും എന്നുള്ളതായ വാഗ്ദത്തം 33-ാമത്തെ വാക്യത്തിൽ ഉറപ്പിക്കുന്നതായി നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് കർത്താവ് വാഗ്ദത്തം നൽകി. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞാൽ ആ വാക്കുകൾ അതുപോലെ അനർത്ഥമായി തീരുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വാഗ്ദത്തത്തെ വിശ്വാസത്താൽ അവകാശമാക്കി ഓരോ ദിവസവും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ വാഗ്ദത്തത്തെ നമുക്ക് മുറുകെ പിടിക്കാം. പിന്നെ ആ വാക്യത്തിലുള്ളത് ഇത് വളരെ ലളിതമായൊരു പാഠമാണ്. ലളിതമായ പാഠത്തിലാണ് നമ്മൾ പലപ്പോഴും തോറ്റുപോകാറ്. അതിൻ്റെ അസ്വസ്ഥതകൾ നമ്മൾ ഏറ്റെടുക്കുവാനും ഇടയായിട്ട് തീരാറുള്ളത്.
പിന്നെ വാഗ്ദത്തം നൽകുന്നതോട് ചേർത്ത് ഒരു വ്യവസ്ഥ അവിടെ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് എന്താണെന്ന് അറിയാം, എങ്കിലും ഞാൻ അത് ചില വാക്കുകളൊന്ന് വിശദീകരിക്കണം എന്നാഗ്രഹിക്കുകയാണ്. 31-ാമത്തെ വാക്യത്തിലെ വ്യവസ്ഥ എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ ആ രാജ്യവും നീതിയും എന്നുള്ളതായ വാക്കുകൾ ഞാൻ ഇനിയും വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരികയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതിയും നിയമങ്ങളുമാണ് ഈ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് വിശദീകരിച്ചിരിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു മഹത്വം ആകത്തുക ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞാൽ പറയാവുന്നൊരു കാര്യം, ദൈവരാജ്യത്തിൻ്റെ നീതിയും നിയമങ്ങളും ഈ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നിയമങ്ങളും നീതിയൊക്കെ നമ്മൾ അനുസരിക്കുമ്പോൾ, കർത്താവ് ഇതിൽ പറഞ്ഞൊരു വാചകം നമ്മൾ വളരെ ചിന്തിച്ചിട്ടൊരു വാചകമാണ്, ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുമുണ്ട്. മത്തായി 5:20 വാക്യം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം. അപ്പോൾ ഈ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ നീതിയോടും ആ നിയമങ്ങളോടും വിശ്വസ്തരായിട്ട് ജീവിക്കുന്നതിന് ചിലപ്പോൾ ചില സാമ്പത്തികമായ നഷ്ടങ്ങളോ ഒക്കെ വന്നു എന്ന് വരാകുന്നതാണ്. പക്ഷെ അവിടെയൊന്നും നമ്മൾ സംശയിക്കേണ്ടതായ ആവശ്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നാം അനുസരിക്കുവാനിടയായിട്ട് തീർന്നാൽ ആ അനുസരണത്തിൻ്റെ അനുഗ്രഹം നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് നൽകും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ എന്ന നിലയിൽ മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം എന്നുള്ളതായ വലിയ പ്രമാണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇത് നമുക്കറിയാം, നമ്മളൊക്കെ പലരും പ്രസംഗിച്ചിട്ടുള്ളൊരു വിഷയം കൂടിയായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിൽ ഒരു 2-3 ഉദാഹരണങ്ങൾ ഞാൻ വിശദീകരണം കൂടാതെ ഒന്ന് പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നാം മുൻഗണന കർത്താവിൻ്റെ കാര്യത്തിന് നൽകുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായും അർത്ഥമാക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻഗണന കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു വാക്കൊന്ന് ചേർത്ത് പറയുകയാണ്. തീത്തോസ് 2:4-5 വാക്യങ്ങളിൽ വീട്ടമ്മമാർക്കുള്ള 7 പ്രബോധന വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്ക് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. വീട്ടമ്മമാർ സുബോധമുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാർ മാത്രമല്ല, ദൈവരാജ്യ പ്രജകളായ നാം സുബോധമുള്ളവരായിട്ട് ജീവിക്കണം. ഞാൻ ആ വാക്ക് ചേർത്തൊന്ന് പറഞ്ഞോട്ടെ. മുൻഗണന കർത്താവിനും കർത്താവിൻ്റെ കാര്യങ്ങൾക്കും നൽകി ജീവിക്കുന്നതാണ് സുബോധമുള്ള ജീവിതം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്, ഈ വ്യവസ്ഥ ലംഘിക്കുന്ന സുബോധക്കുറവ് നമുക്കാർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇനി ലളിതമായൊരു 2-3 ഉദാഹരണങ്ങൾ ഞാൻ വേഗത്തിലൊന്ന് പരാമർശിക്കാം. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നവർ ദിവസത്തിൻ്റെ ആദ്യ സമയം ദൈവസന്നിധിയിൽ ഇരിക്കാൻ വേർതിരിക്കും. ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഞാൻ ദൈവത്തിന് മുൻഗണന കൊടുത്താണ് ജീവിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും
ഓരോ ദിവസത്തിൻ്റെയും ആദ്യ സമയം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതിനു വേണ്ടി വേർതിരിക്കും. രണ്ട് പരിചയമുള്ള വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ളൂ. യെശയ്യാപ്രവചനം 50-4 വാക്യം നമ്മുടെ ബൈബിൾ പരീക്ഷയുടെ വഴികളിലൊക്കെ നമ്മൾ അനേക വട്ടം ചിന്തിച്ചിട്ടുണ്ട്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അടുത്ത വാചകം എങ്ങനെ തുടങ്ങണേ നിങ്ങൾ ഓർക്കണ്ടോ? അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് എൻ്റെ ചെവികളെ ഉണർത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്ന് വരികിൽ ഓരോ ദിവസത്തിൻ്റെയും ആദ്യ സമയം കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി വേർതിരിക്കണം. സങ്കീർത്തനം 25-14 വാക്യവും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഓരോ ദിവസവും നാം ദൈവത്തിൻ്റെ യഹോവയുടെ സഹിത്വം അനുഭവിച്ച് ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താം. ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അറിയപ്പെട്ടൊരു ഭക്തനുണ്ടല്ലോ വേദപുസ്തകത്തിൽ, ഓർക്കുന്നുണ്ടോ ആരാണെന്ന്? അബ്രഹാമിനെ കുറിച്ച് ദൈവാത്മാവ് ആ മനോഹരമായ വാക്കുകളാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മാളികമുറിയിലെ പ്രസംഗത്തിലേക്ക് വരുമ്പോൾ നാമും കർത്താവിൻ്റെ സ്നേഹിതന്മാർ എന്നുള്ളതായ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം, ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നവർ വീട്ടുകാര്യം നോക്കുമെങ്കിലും കർത്താവിൻ്റെ കാര്യം നോക്കുന്നതിനായിരിക്കും മുൻഗണന നൽകുന്നത്. വീട്ടുകാര്യം നോക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് സഹോദരിമാരുടെ കാര്യത്തിൽ പറയുന്നുണ്ട്. സഹോദരന്മാരും വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം, അവർക്കുള്ള ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കുന്നവരായിരിക്കണം. അത് ചെയ്യാതെ പോകുന്നത് ഗുരുതരമായ കുറ്റമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വീട്ടുകാര്യവും നോക്കണം, കർത്താവിൻ്റെ കാര്യവും നോക്കണം. മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ആളുകൾ ഏതിന് പ്രാധാന്യം കൊടുക്കും? കർത്താവിൻ്റെ കാര്യം നോക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും. 2 റെഫറൻസ് എഴുതിയിട്ടുള്ളൂ. സെഖര്യാ പ്രവചനം 3-7 വാക്യം, തീത്തോസിൻ്റെ ലേഖനം 2 5 വാക്യം. ഇതൊക്കെ പരിചയമുള്ള വാക്യങ്ങളാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവിൻ്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയുടെ കാര്യം അന്വേഷിക്കുക, നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കതിനൊക്കെ മുൻസ്ഥാനം കൊടുത്ത് നല്ല സുബോധമുള്ളവരായിട്ട് ഈ തലമുറയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. വീട്ടുകാര്യം നോക്കാതെ വന്നാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉഴപ്പാനിടയായിട്ട് തീരും. കർത്താവിൻ്റെ കാര്യം നോക്കാനുള്ള അവസരമുള്ളപ്പോൾ അത് നമ്മൾ അവഗണിക്കാനിടയായിട്ട് തീരുന്നത് നമ്മുടെ നിത്യതയെ പ്രതികൂലമായി ബാധിക്കുവാൻ ഇടയായിട്ട് തീരും. അത് നിത്യതയുടെ നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം നമുക്ക് സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ഉദാഹരണം ഇവിടെ പറയണമെന്ന ഒരു പ്രകാശനമാണ് ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് ഉണ്ടായത്. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നവർ വരുമാനത്തിൻ്റെ ആദ്യ ഭാഗം ഉപജീവനത്തിനായി പോലും ചിലവിടാതെ കർത്താവിനായി വേർതിരിച്ച് ചിലവിടും. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. കാരണം ഉപജീവനത്തിനു വേണ്ടി നമ്മുടെ വരുമാനത്തിൽ നമുക്ക് ഒരു ഭാഗം ഉപയോഗിക്കാനുള്ളതായ ആവശ്യകതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യവുമാണ് എന്ന് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മുടെ വരുമാനത്തിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആദ്യ ഭാഗം കർത്താവിന് വേണ്ടി വേർതിരിച്ച് നൽകുവാനായിട്ട് സാധിക്കണം. ഇതെത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊരു വാചകം പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ഉപജീവനം നൽകാതിരിക്കുവാൻ ദൈവത്തിന്
കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതമായ പ്രമാണം ഏറ്റവും മനോഹരമായി സൂക്ഷിച്ച് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനെന്തോ ഈ തിരുവെഴുത്തുകളെ ധ്യാനിക്കുമ്പോഴും കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് ജീവിച്ച നാളുകളെക്കുറിച്ചൊരു ചിന്ത എൻ്റെ മനസ്സിനെ ഭരിച്ചു. അതോടെ ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. വളരെ ലളിതമായൊരു ജീവിതശൈലിയാണ് കർത്താവും ശിഷ്യന്മാരും പിൻപറ്റിയതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തോട് വളരെ അടുത്ത സമയത്ത് യൂദയ്ക്ക് കൊടുത്ത ഒരു നിർദ്ദേശം, അങ്ങനെ അതിനെക്കുറിച്ച് ശിഷ്യന്മാർ ചിന്തിച്ചൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര പരിചയം കാണില്ലായിരിക്കും, അറിയാം വന്നൊരു കാണുമായിരിക്കാം. യോഹന്നാൻ 13:29 വേഗത്തിൽ വായിക്കാമോ? യോഹന്നാൻ 13:29 വാക്യം. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവരോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവിൻ്റെ ആ വാക്കുകൾ അതങ്ങനെ ശിഷ്യന്മാർക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ രണ്ട് ചെലവിനങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്താ അത്? പെരുന്നാളിന് വേണ്ടുന്നത് മേടിക്കണം, വാങ്ങണം. പിന്നത്തെ ചെലവിന് ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. കർത്താവ് അങ്ങനെ പറഞ്ഞതായിരിക്കില്ല, പക്ഷേ അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ ഞാനവിടെ ഓർത്തൊരു കാര്യം, പണസഞ്ചി യൂദയുടെ കയ്യിലായിരുന്നു. അങ്ങേർക്ക് മനസ്സിലായി ഈ ആളുടെ കൂടെ എത്ര കാലം നടന്നാലും 10 കാശ് ഉണ്ടാക്കാൻ പറ്റുകയില്ല എന്ന് യൂദയ്ക്ക് തോന്നിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ഗുരുനാഥനെ വിറ്റിട്ടാണെങ്കിലും 30 വെള്ളിക്കാശെങ്കിലും ഉണ്ടാക്കാം എന്ന് അദ്ദേഹം വിചാരിച്ചതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവും ശിഷ്യന്മാരും എന്തോ ഒരു ലളിതമായ ജീവിതശൈലിയാണ് സൂക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവമക്കളായ നമുക്ക് ആവോളം ലളിതമായി ജീവിക്കുവാൻ ഉത്സാഹിക്കാം. ഒരു ഇൻസിഡൻറ്റോടെ ഒന്ന് പറഞ്ഞോട്ടെ. നികുതി കൊടുക്കുവാൻ പണമില്ലാത്ത ഞെരുക്കം അവർക്കുണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം എഴുതിയിട്ടാൽ മതി. മത്തായി 17:27 വാക്യത്തിൽ നമ്മുടെ കർത്താവ് എന്താണ് പത്രോസിനോട് പറഞ്ഞത്? നീ പോയി ചൂണ്ടലിട്ട് മീൻ പിടിക്കുക, ആ മീനിൻ്റെ വായിൽ എനിക്കും നിനക്കും കൊടുക്കാനുള്ളത് ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാചകം ചേർത്ത് പറയുന്നത്, സുലഭമായി പണം ചെലവിടാനായിട്ട് കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും കരങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ലേ നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാൻ കേട്ട ഒരു സാക്ഷ്യത്തിൽ നിന്നൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ദൈവദാസൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ഓൺലൈനിൽ കേൾക്കാനിടയായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ പേരിൽ ഏർപ്പെട്ടിരിക്കുന്നൊരു ദൈവദാസനാണ്. ഈ മത്തായി 17:27 വാക്യം തന്നെ ഏറെ സ്പർശിച്ചതായ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്പർശിച്ച വഴി എന്നെ അതിശയപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം പറയുന്നത്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് അങ്ങനെ ഒത്തിരി പണമൊന്നും ആളുകളിൽ നിന്ന് സമാഹരിക്കുകയൊന്നും ചെയ്യേണ്ടതായ ആവശ്യമില്ല. അദ്ദേഹം തൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്, അങ്ങനെ സമാഹരിക്കാനൊക്കെ ഏറെ ശ്രമിച്ചു, നിരാശയായിരുന്നു അതിൻ്റെ ഫലം. ഈ വചനം ദൈവം സംസാരിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ പണത്തിന് വേണ്ടി വേറെ പണിക്കൊന്നും പോകണ്ട, എന്ത് ചെയ്താൽ മതി? ഈ വാക്യത്തിൽ ലിറ്ററലായിട്ടൊരു ഉത്തരം പറഞ്ഞാൽ മതി, മീൻ പിടിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മീൻപിടുത്തം അല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവ് ഈ ശിഷ്യന്മാരെ എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചത്? ഞാൻ നിങ്ങളെ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.
ദൈവം നമുക്ക് തന്നിട്ടുള്ളതായി മഹാനിയോഗം നമ്മൾ നിർവഹിക്കുമ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും അങ്ങനെ വിചാരപ്പെടാനോ എങ്ങനെ കാര്യങ്ങൾ സാധിക്കുന്നു എന്ന് വിചാരിക്കാനോ ഒന്നും ആവശ്യമില്ല. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ വിശ്വസ്തമായിട്ടും നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ആ വഴിയിൽ എല്ലാ ആവശ്യങ്ങളെയും നിവർത്തിക്കുവാനായിട്ട് നമ്മുടെ ദൈവം മതിയായവനാണ്. നമ്മുടെ രാജ്യത്തുമൊക്കെ പല നിലയിലുള്ള പ്രതികൂലങ്ങൾ സുവിശേഷവേലയുടെ വഴിയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരുങ്ങേണ്ടുന്നൊരു കാര്യം, ഓരോ സ്ഥലം സഭയിൽ നിന്നും ആ സഭാംഗങ്ങളിലൂടെ അവിടുത്തെ സുവിശേഷ പ്രവർത്തനത്തിനും ആവശ്യമുള്ളതായ സാമ്പത്തികമായ കാര്യങ്ങൾ രൂപപ്പെടുന്ന ഏറ്റവും മനോഹരമായൊരു വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള വലിയ ആവശ്യകതയുണ്ട്. കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. കർത്താവ് മഹാനിയോഗം, ലോകത്തിൻ്റെ അറ്റം വരെ പോകാനുള്ള നിയോഗം കൊടുത്തു. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, ഒരടുത്ത സ്ഥലത്തേക്ക് പോലും പോകാനുള്ള യാത്രക്കൂലിയോ വഴിച്ചെലവോ കർത്താവ് കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നില്ല. എന്തിനാ കൊടുക്കുന്നത്? ഇതാണ് നിയോഗമെങ്കിൽ, മനുഷ്യരെ പിടിക്കാനുള്ള വലിയ നിയോഗം കൊടുക്കുമ്പോൾ ആ ദൗത്യം വിശ്വസ്തമായി നിർവഹിച്ചാൽ സാമ്പത്തികമായ ആവശ്യങ്ങളെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വഴിയിലൂടെ ഏറ്റവും മനോഹരമായി നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ മനോഹരമായ വാഗ്ദത്തത്തെ വിശ്വസിച്ച് ഈ വ്യവസ്ഥയോട് വിശ്വസ്തത സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 1-2 ഉദാഹരണങ്ങൾ കൂടി കർത്താവ് പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് ചിന്തിച്ച പാഠം ഉപസംഹരിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. വിചാരപ്പെടാതെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിച്ച് ഓരോ ദിവസവും ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.